ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഏഞ്ചലീന ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ ആസിഡുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു പദാർത്ഥം ആസിഡാണോ ആൽക്കലിയാണോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് യൂസ് ചെയ്യുന്നത് എന്താണ്? ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡും ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് ആൽക്കലിയുമാണ്. ഒരു ലായനി ആസിഡാണോ ആൽക്കലിയാണോ എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ pH വാല്യൂ അനുസരിച്ച് ആയിരിക്കും. pH സ്കെയിലിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് അതിൻ്റെ ചുരുക്കെഴുത്ത്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സൊറൻസൺ ആണ്. pH മൂല്യം 7 മുകളിൽ വരുന്ന പദാർത്ഥങ്ങളെ നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുന്നു. അപ്പോൾ കുറവുള്ളവയെ ആസിഡ് എന്നും വിളിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും pH മൂല്യം നമുക്ക് ശുദ്ധജലം 7, രക്തം 7.4, ഉമിനീർ 6.5 to 7.4, നാരങ്ങ വെള്ളം 2.4, വിനാഗിരി 2.9, ബിയർ 4.5, കാപ്പി 5, ചായ 5.5, പാൽ 6.5, കടൽ വെള്ളം 8. ഇനി നോക്കാം, എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്നത് ആരാണ്? ഹൈഡ്രജനാണ്. ഏറ്റവും മധുരമുള്ള ആസിഡ് എന്നറിയപ്പെടുന്നതാണ് സുക്രോണിക് ആസിഡ്. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോണിയം അയൺ നൽകുന്നവയാണ് ആസിഡുകൾ. അപ്പോൾ ആസിഡുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോണിയം അയൺ നൽകുന്നവയാണ്. കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നതാണ് സോഡ വെള്ളം. അപ്പോൾ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് ആരാണെന്നറിയാമോ? സൾഫ്യൂരിക് ആസിഡാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സ്റ്റോറേജ് ബാറ്ററികളിൽ യൂസ് ചെയ്യുന്നതും സൾഫ്യൂരിക് ആസിഡാണ്. അതേപോലെ തന്നെ ഡൈനാമിക് നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നതും ആരെയാണ്? സൾഫ്യൂരിക് ആസിഡിനെയാണ്. സമ്പർക്ക പ്രക്രിയയിൽ കൂടിയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണം. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? HCl ആണ് ഓക്സിജൻ ഇല്ലാത്ത ആസിഡ്. അതേപോലെ തന്നെ ആമാശയത്തിൽ ഉള്ള ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, HCl. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് ആരാണ്? അസറ്റിക് ആസിഡാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. ഏറ്റവും പഴക്കമുള്ള ആസിഡ് എന്നറിയപ്പെടുന്നതും ആരാണ്? അസറ്റിക് ആസിഡാണ്. ഇനി വായുവിൽ പുകയുന്ന ആസിഡ് എന്നറിയപ്പെടുന്നത് ആരാണെന്നറിയുമോ? നൈട്രിക് ആസിഡാണ് വായുവിൽ പുകയുന്ന ആസിഡ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ തക്കാളിയിൽ ആരാണ് അടങ്ങിയിരിക്കുന്നത്? ഓക്സാലിക് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. അതേപോലെ തന്നെ നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആരാണെന്നറിയാമോ? അതും ഓക്സാലിക് ആസിഡാണ്. നമ്മുടെ ചുവന്നുള്ളിൽ അടങ്ങിയിരിക്കുന്നതും ഓക്സാലിക് ആസിഡ് തന്നെയാണ്. പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന നമ്മുടെ ചോക്ലേറ്റില്ലേ, ചോക്ലേറ്റിലും ഓക്സാലിക് ആസിഡാണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നതും ടാർട്ടാറിക് ആസിഡാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് ആരാണ്? മാലിക് ആസിഡാണ്. നമ്മുടെ മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പ്രൂസിക് ആസിഡ്. എന്താണ്? പ്രൂസിക് ആസിഡ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേരാണ് ടാനിക് ആസിഡ്. എന്താണ്? ടാനിക് ആസിഡ്. അപ്പോൾ തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേരെന്താണ്? കാപ്രിക് ആസിഡ്. എന്താണ്? കാപ്രിക് ആസിഡ്. നമ്മളെല്ലാവരെയും ഉറുമ്പ് കടിക്കാറില്ലേ? അപ്പോൾ ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്നറിയാമോ? ഫോമിക് ആസിഡാണ് ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉറുമ്പ് കടിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ നമുക്ക് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ കടന്നലിലുള്ളതും ഫോമിക് ആസിഡ് തന്നെയാണ്. തേനീച്ചയിലും ഫോമിക് ആസിഡ് തന്നെയാണ് കേട്ടോ. അതേപോലെ സോഡാജലം, നമ്മൾ സാധാരണ കുടിക്കുന്ന സോഡ വാട്ടറില്ലേ, സോഡ വാട്ടറിൽ ഏതാണെന്നറിയാമോ? കാർബോണിക് ആസിഡാണ് സോഡ വാട്ടറിൽ. കൂടാതെ നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ലേ, അതിലെല്ലാം ഉൾപ്പെടുന്നതാണ് ഫോസ്ഫോറിക് ആസിഡാണ് അതിലെല്ലാം കാണപ്പെടുന്നത്. നാരങ്ങയിൽ കാണപ്പെടുന്നത് അറിയാമല്ലോ, സിട്രിക് ആസിഡാണ് നാരങ്ങയിൽ കാണപ്പെടുന്നത്.
നമുക്കറിയാലോ ഏതാണ് വൈറ്റമിൻ സി ആണ് നാരങ്ങയിലുള്ളത്. അപ്പോൾ ഓറഞ്ചിനും അതുതന്നെയാണ്, സിട്രിക് ആസിഡാണ് ഉള്ളത്. അപ്പോൾ നെല്ലിക്കയിലോ, നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡാണ് നെല്ലിക്കയിൽ കാണപ്പെടുന്നത്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്, അതായത് പാലിൽ അടങ്ങിയിരിക്കുന്നതും അതേ സെയിം തന്നെയാണ്. ഇനി വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നതാണ് അസറ്റിക് ആസിഡ്. ഇതേപോലെ മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അമിനോ ആസിഡുകൾ. ഏതാണ്? അമിനോ ആസിഡുകൾ. താങ്ക് യു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.